നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കെട്ടുകഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് സെക്സ്. ചത്തുപോയ മനുഷ്യർ 200, 300, 1000, 2000 കൊല്ലം മുമ്പ് പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടും സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ സൃഷ്ടിച്ച കെട്ടുകഥകളാണ് ഇപ്പോഴും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പോലും നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സ്ത്രീകളുടെ കന്യാചർമ്മത്തെ പറ്റിയുള്ള കെട്ടുകഥ. ഒട്ടുമിക്ക മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലും കൊടുത്തിരിക്കുന്ന ഈ കന്യാചർമ്മത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള നിർവചനം, എ ടിഷ്യൂ ദാറ്റ് പാർഷ്യലി കവേഴ്സ് ദ എക്സ്റ്റേണൽ വെജിനൽ ഓപ്പണിംഗ് ഇൻ സം വിമൻ എന്ന് പറയുന്ന ആ നിർവചനം, ഇത് നൂറ്റാണ്ടുകളായിട്ട് പുരുഷ മേധാവിത്വ സമൂഹവും മതവിശ്വാസങ്ങളും ഒക്കെ സ്ത്രീകളുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച ആ കെട്ടുകഥയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു നിർവചനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കല്യാണത്തിന് മുമ്പ് ഒരു ശാരീരിക ബന്ധത്തിലോ സ്പോർട്സ് പോലെയുള്ള കായിക പ്രവൃത്തികളിലോ ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ കന്യാചർമ്മം പൊട്ടിനശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് സമൂഹം പഠിപ്പിക്കുന്ന ആ കെട്ടുകഥയെ ശരിവെക്കുന്ന ഒരു നിർവചനം. കാരണം ഒട്ടുമിക്ക സ്ത്രീകളുടെയും കന്യാചർമ്മത്തിന്റെ ആകൃതിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല.